അനുശ്രീ ഒരു കുറച്ചു കാലമായിട്ട് തേപ്പുകാരി ഇമേജ് ഉണ്ടായിരുന്നല്ലോ കുറെ കാലം. അപ്പൊ ഈ ജസ്റ്റ് വിളിച്ചപ്പോ നേരത്തെ ചോദിച്ചില്ലേ ഡ്രസ് അയൺ ചെയ്യുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തൊരു തേക്കാത്ത ജസ്റ്റ് വിളിക്കുന്നത്. അപ്പൊ എന്താ കോള് വന്നപ്പോ തേപ്പുകാരിയായിട്ടായിരിക്കും നായകൻ ശക്തി കൊടുക്കുന്ന ആളായിരിക്കും. ഞാൻ ആകെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒന്ന് തേച്ചിട്ടുള്ളൂ. ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റായത് ചാക്കോച്ചനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. ആ എന്നെ പറഞ്ഞു നീ അച്ഛന്റെ കൂടെ നിൽക്കണം. പിന്നെ പൂവൻകോഴി അതെടുത്ത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മറ്റേത് ചാക്കോച്ചൻ അനുസരിച്ചത്. ഇല്ല, ജിസേട്ടൻ വിളിച്ചപ്പോ എന്തായാലും ഞാൻ തേപ്പ് പ്രതീക്ഷിച്ചില്ല. അത് മേബി ഇനി ജിസേട്ടന്റെ ഈ ഫീൽ ഗുഡ് മൂവി മറ്റേതിനകത്ത് ഉണ്ടെന്ന് തോന്നില്ല, ശ്രുതി രാമചന്ദ്രൻ ഇങ്ങനെ തേപ്പ് പ്രതീക്ഷിക്കണമായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തോ വലുത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ എന്നെ വിളിക്കണില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിസേട്ടൻ്റെ അടുത്ത്. കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരാളായതുകൊണ്ടായിരിക്കാം. പക്ഷേ ജിസേട്ടൻ എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു. പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സീൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിലൊന്നും ഒരുപാട് ഇല്ലെങ്കിൽ പോലും ഓക്കെ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഫീൽ ചെയ്തിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ പാർട്ട് ആവാനായിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം ഇപ്പൊ അനുഭവിക്കാൻ പറ്റും. ഈ കാലിനൊക്കെ പരിക്ക് പറ്റിയ കഥാപാത്രങ്ങളൊക്കെ ചില സിനിമകളിൽ ചെയ്ത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ SMMD എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളുണ്ട്, അവര് ട്രോളി കൊല്ലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ജിസ്റ്റേ? ഇത് ഓവറാക്കി ചെയ്യണ്ട. ജിസ്റ്റേടൻ പറഞ്ഞൊരു കാര്യം, ഈ വീൽ ചെയർ ഇങ്ങനെ പരിക്ക് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഭീകരമായിട്ട് അങ്ങ് ഇരുന്ന് പോയ അല്ലെങ്കിൽ വീൽ ചെയറിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ വാക്കിംഗ് സ്റ്റിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ഒരു ദയനീയതയിലേക്ക് നമുക്ക് പോകണ്ട, ഒന്ന് മിനിമലായിട്ട് പിടിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, മിനിമൽ ആവുകയും വേണം, എന്നാൽ നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി കാണിക്കുകയും വേണം. അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാനും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ. പുള്ളിക്കാരി ഈ പറയുന്ന പോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്. അതായത് ഇതുപോലെ ഇഞ്ചുറി വന്ന ആളുകളെ തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരുന്ന, അതാണ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു, ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാനിപ്പോ പുള്ളിക്കാരിയെ വിളിച്ചു, എടോ ഇന്ന പോലാണ് സംഭവം. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു ഇഞ്ചുറി പറ്റി ഒരു 2 ഇയേഴ്സിനൊക്കെ ശേഷം എന്തൊക്കെയായിരിക്കും ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ പറഞ്ഞു ചിലർ വടിയൊക്കെ പിടിച്ചാൽ പറഞ്ഞു വടിയൊന്നും പറ്റത്തില്ലെന്നാ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ ചിലപ്പം ചില ഞരമ്പുകൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ട് ഇതെല്ലാം കൂടെ പറയണ്ടല്ലേ. ഓക്കെ അപ്പൊ എനിക്ക് ചെറിയൊരു ഐഡിയ ഈ പറയുന്ന പോലെ കിട്ടി. അപ്പൊ പെട്ടെന്നൊരു മെഡിക്കൽ കോൺഫറൻസ് ഇല്ല ഞാൻ നിർത്തി, പെട്ടെന്ന് എനിക്ക് ബോധം വന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് ജിസ്റ്റേട്ടൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ നടത്തി. ഞാനിപ്പോ ജിസ്റ്റേട്ടൻ ഒന്ന് ചെയ്ത് കാണിച്ചു, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ, ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് നമുക്ക് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ ഇതിന്റെ ബാക്കിൽ നടത്തി നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അത് രക്ഷപ്പെട്ടു.